+2 കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിലെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 5.7 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്: ഈ ഒരു കോംപ്ലക്സ് FeH2O 6 times 3+ എന്ന് പറയുന്നത് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആണെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ അയണിന്റെ തന്നെ മറ്റൊരു കോംപ്ലക്സ് ആയിട്ടുള്ള FeCN6 3- വീക്ക്ലി പാരാമാഗ്നറ്റിക് ആണ്. ഇതിന്റെ റീസൺ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണവും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയണം. സോ നമുക്ക് നോക്കാം. രണ്ട് കോംപ്ലക്സിലും അയൺ എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അല്ലെ, രണ്ടിടത്തും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ FeD ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? അറ്റോമിക് നമ്പർ 26 ആണ്. രണ്ടായിട്ട് മുറിക്കുക. ആദ്യം കാണുന്നത് 4s ഇലക്ട്രോൺ, രണ്ടാമത് കാണുന്നത് 3d ഇലക്ട്രോൺ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 3d6 4s2 എന്നാണ്. എന്നാൽ നിങ്ങൾക്കറിയാം ആദ്യത്തെ കോംപ്ലക്സിൽ അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പൊ 3 ഇലക്ട്രോണുകൾ ഇല്ല. എവിടുന്ന് ഇലക്ട്രോൺ പോകുന്നത്? 4s 2 ഇലക്ട്രോണും 3d 1 ഇലക്ട്രോണും പോകും. സോ ഫൈനൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 3d5 4s0 ആണ്. ആരുടെ കാര്യത്തിൽ, ആരുടെ കേസിൽ? FeH2O 6 times 3+ എന്ന കോംപ്ലക്സിന്റെ കേസിൽ. സോ 3d 5 ഇലക്ട്രോൺ ആണ്. 5 ഇലക്ട്രോണുകൾ നമുക്ക് വരയ്ക്കാം. 1 2 3 4 5. മക്കളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, H2 ആണ് ഇവിടുത്തെ ലിഗാൻഡ്. H2O എന്ന് പറയുന്നത് ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് പെയറിങ്ങോ കാര്യങ്ങളോ അവിടെ നടക്കുന്നില്ല. പെയറിംഗ് നടത്താനുള്ള കഴിവ് അതിനില്ല. സോ 3d എത്ര ഇലക്ട്രോണുകൾ വരും? 5 ഇലക്ട്രോണുകളാണ്. 5 അൺപെയ്ഡ് ഇലക്ട്രോണുകളാണ്. സോ ആ കോംപ്ലക്സ് സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കോംപ്ലക്സിന്റെ കേസ് നോക്കാം. FeCN6 3- ആണ്. ഇവിടെയും അയൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 26 ആണ്. 4s 2 ഇലക്ട്രോൺ, 3d 6 ഇലക്ട്രോൺ. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അയൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പൊ 4s 2 ഇലക്ട്രോണും 3d 1 ഇലക്ട്രോണും ചേർത്ത് 3 ഇലക്ട്രോൺ പോകും. സോ ദ ഫൈനൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് 3d5 4s0 അല്ലെ, 3d5 4s0 ആണ്. സോ 1 2 3 4 5 5 ഇലക്ട്രോണുകളാണ്. 5 അൺപെയ്ഡ് ഇലക്ട്രോണുകളാണ് 3d ഉള്ളത്. ഇനി നിങ്ങൾ ലിഗാൻഡിനെ ശ്രദ്ധിക്കുക. ഹിയർ ദ ലിഗാൻഡ് ഇസ് സയാനോ. സയാനോ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. പെയറിംഗ് നടത്താൻ കഴിവുള്ള ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ പെയറിംഗ് നടന്ന് 3d 2 ഇലക്ട്രോണുകൾ എങ്ങോട്ടേക്ക് പോകും? ദാ ഇവിടേക്ക് വന്ന് പെയറിംഗ് നടക്കും. സോ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. മക്കളെ ആദ്യത്തെ കോംപ്ലക്സിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോണും രണ്ടാമത്തെ കോംപ്ലക്സിൽ 1 അൺപെയ്ഡ് ഇലക്ട്രോണുമാണുള്ളത്. സോ ആരായിരിക്കും സ്ട്രോങ്ലി പാരാമാഗ്നറ്റിക്? ഫസ്റ്റ് കോംപ്ലക്സ് ആയിരിക്കും. ആരായിരിക്കും വീക്ക്ലി പാരാമാഗ്നറ്റിക്? സെക്കൻഡ് കോംപ്ലക്സ്.